ഹലോ ഗെയ്സ്, അപ്പോൾ ഞാനിന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത്. ഇത് എനിക്ക് പുതിയതായിട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇത് വെറൈറ്റി ആയിട്ടുണ്ട്. ഇതാണ് പനിയാരം. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ വീഡിയോ തുടങ്ങാം കേട്ടോ. നമ്മളപ്പുറത്തെ റൂമിലൊരു തമിഴ് ഒരു ടീച്ചറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് ചെന്നപ്പോൾ അവർ സുൽത്തുമായിട്ട് ഭയങ്കര കളിയാണ്. അപ്പോൾ അവരുണ്ടാക്കണതാട്ടോ. അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്താണ്. ഇത് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കണ ചട്ടിയില്ലേ, അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്തിട്ട് ഇതേപോലെ നമ്മുടെ ദോശമാവില്ലേ, സാധാ ദോശമാവ് അരയ്ക്കും, സാധാ പോലെ അരയ്ക്കണത്, അത് അതിലേക്ക് ഫുള്ളാക്കണ്ട ചേച്ചി, ഫസ്റ്റ് ഫുള്ളാക്കി അതിൻ്റെ ഈ ഒരളവിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശരിക്കും ഇഡ്ഡലി പൊരിച്ചത് എന്ന് പറയും, അത് തന്നെയാണ് സംഭവം. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ, ഒരു വെറൈറ്റി. ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കുറേ ഉണ്ട്, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കാണാത്തവർക്കായിട്ടാണ് കേട്ടോ ഇത്. സുൽത്താനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതും ചനാ മസാല കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല രസം എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് പരീക്ഷിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ എൻ്റെ കുട്ടി അധികം കഴിക്കാത്ത കുട്ടിയാണ്, പക്ഷെ അവൾക്ക് ഇത് ഇഷ്ടമായിട്ടില്ല, നമ്മൾ കഴിക്കുകയില്ല. ജീവിതത്തിൽ അവൾ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് നിർബന്ധിച്ച്, അല്ലാണ്ട് കഴിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ അവൾ കഴിക്കുകയാണ്. അപ്പോൾ സൂപ്പർ സംഭവമാണ്, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കഴിക്കാത്ത മക്കൾക്കൊക്കെ ഒരു വെറൈറ്റി. ഇതേപോലെ തന്നെ നമുക്ക് ദോശമാവിലേക്ക് പല വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതേപോലെ സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനി അവരെന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ കോപ്പി അടിച്ചിട്ട് വരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.